ഉമേഷ, രാവിലെ തന്നെ പ്രമുഖരൊക്കെ എത്തിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നേരത്തെ വി ഡി സതീശൻ വോട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇനി അങ്ങോട്ട് സെലിബ്രിറ്റീസ് ഒക്കെ വരാനുള്ളൊരു സമയം കൂടിയാണ്. എങ്ങനെയാണ് അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ നിരവധി ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഓഫീസും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അപ്പോൾ സാധാരണക്കാരും എത്തുന്നുണ്ട്. എങ്ങനെയാണ് നീണ്ട നിരയൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ ബൂത്തുകളിൽ? ഭദ്ര, ഞാൻ നിൽക്കുന്നത് ഈ പറവൂർ മണ്ഡലത്തിലാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലെ പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയ കേസരി ഗവൺമെൻറ് കോളേജിലെ ബൂത്തിന് മുൻപിലാണ് ഞാനുള്ളത്. ഇവിടെ താരതമ്യേന ഈ രാവിലെ സമയമായതുകൊണ്ട് തന്നെ തിരക്ക് താരതമ്യേന കുറവാണ്. പോളിംഗ് ബൂത്തിലേക്ക് നോക്കിയാൽ അറിയാം, വലിയ നിരയൊന്നും ഇവിടെ ഇല്ല. പലരും വോട്ട് ചെയ്യാനെത്തുന്നു, വോട്ട് ചെയ്ത ഉടൻ മടങ്ങുന്നു. അങ്ങനെ വലിയൊരു ക്യൂ ഈ ബൂത്തിൽ കാണാൻ കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ എത്തി. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളുമായി അല്പം മുമ്പ് സംസാരിക്കാൻ നമ്മൾ കേട്ടു. UDFൻ്റെ ഐതിഹാസികമായ തിരിച്ചുവരവ് ഉണ്ടാകും എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തു. അതേസമയം ഈ ഏറ്റവും ദുഃഖകരമായൊരു കാര്യം ഇന്ന് എറണാകുളം ജില്ലയിലുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, എറണാകുളത്ത് ഒരു UDF സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് എറണാകുളത്ത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ ഓണക്കൂറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. CS ബാബു, 59 വയസ്സുള്ള CS ബാബു, അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഇന്ന് വീട്ടിൽ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. പുലർച്ചെ 3 മണിക്കായിരുന്നു വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് സ്വാഭാവികമായും പാമ്പാക്കുട പഞ്ചായത്തിലെ 10ാം വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ത്രിതല തെരഞ്ഞെടുപ്പാണ്. ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മാറ്റിവെച്ചത്. ഒപ്പം അതേസമയം ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടെടുപ്പ് ഇവിടെ നടക്കുകയും ചെയ്തു. അത്തരത്തിലൊരു സംഭവം, ദുഃഖകരമായ സംഭവവും ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായി. മറ്റെല്ലായിടങ്ങളിലും ഓരോയിടത്തും സ്ഥിതി വ്യത്യസ്തമാണ്. പലയിടങ്ങളിലും രാവിലെ തന്നെ തിരക്കുള്ള പോളിംഗ് ബൂത്തുകളും അല്ലാത്ത ബൂത്തുകളുമുണ്ട്. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്ത ഈ ബൂത്തിൽ താരതമ്യേന തിരക്ക് കുറവാണ്. ഒരുപക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആകെ 26.67 ലക്ഷം വോട്ടർമാരാണ് ഇന്ന് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതെന്നുള്ളതാണ്. അത്രയും വോട്ടർമാർ ആണ് എറണാകുളം ജില്ലയിലുള്ളത്. ജില്ലയിലാകെ 111 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. 115 തദ്ദേശ സ്ഥാപനങ്ങളിലായി 2220 വാർഡുകളിലായി 7374 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുന്നത്. ഈ 26 ലക്ഷത്തോളം വോട്ടർമാരിൽ 12 ലക്ഷത്തോളം പുരുഷന്മാരും 13 ലക്ഷത്തോളം സ്ത്രീ വോട്ടർമാരുമാണ്. 32 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇവിടെയുണ്ട്. ജില്ലയിലാകെ 3021 പോളിംഗ് സ്റ്റേഷനുകൾ, അവിടെയാണിപ്പോൾ ഈ പോളിംഗ് പുരോഗമിക്കുന്നത്. കാര്യമായ തകരാറുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഉള്ളതായിട്ട് വിവരം വന്നിട്ടില്ല. 7490 ബാലറ്റ് യൂണിറ്റുകളും 3036 കൺട്രോൾ യൂണിറ്റുകളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനായി നേരത്തെ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു.